ദിവസങ്ങളിൽ വി ഡി സർക്കാർ സ്കോർ ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ താങ്കൾക്ക് നിലപാട് വ്യത്യാസമുണ്ടോ ശ്രീ ശ്യാമരാജ്? അതെന്തായാലും ഒരു സർക്കാർ വന്നിട്ടല്ലേ ഉള്ളൂ ഹാഷ്മി. ഇപ്പോൾ സത്യപ്രതിജ്ഞ തുടങ്ങിയിട്ട് ഒരു ദിവസം നടന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നടക്കട്ടെ, നല്ല രീതിയിൽ. എന്തായാലും നമ്മുടെയൊക്കെ സർക്കാരാണല്ലോ. അപ്പോൾ ആ ഒരു സർക്കാർ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം. ഇപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ചില നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾക്ക് മുമ്പോട്ട് വെച്ചാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. കാരണം നമ്മൾ ഈ ചെലവ് ചുരുക്കിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ പുതിയ വാഹനങ്ങളൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ അതിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടെങ്കിലും ഇന്നിപ്പോൾ കണ്ട ഒരു വാർത്ത മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഏകദേശം 4 കോടിയോളം രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ചില മന്ദിരങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം 80 ലക്ഷത്തോളം വരുന്ന രൂപയൊക്കെയാണ്. അത്രയും പണം എന്തിനാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം മാസങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ, എന്നെ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കേട്ടോ, ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ താമസിച്ചിരുന്ന ആ മന്ദിരങ്ങൾ തന്നെ വീണ്ടും മോടി പിടിപ്പിക്കുമ്പോൾ ഇനി അല്ലെങ്കിൽ തന്നെ ഇനി ആരും താമസിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ തന്നെ 80 ലക്ഷത്തിൻ്റെയൊക്കെ മോടി പിടിപ്പിക്കൽ, 80-ൻ്റെയും 50-ൻ്റെയും 30 ലക്ഷത്തിൻ്റെയും ഒക്കെ മോടി പിടിപ്പിക്കൽ, ഈ 4 ലക്ഷം രൂപയ്ക്ക് ലൈഫിൻ്റെ വീട് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന കേരളത്തിൽ എന്തിന് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. രണ്ടാമതായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, നമ്മുടെ PSC അംഗങ്ങളുടെ എണ്ണം, ഈ UPSCയുടെ അംഗങ്ങളും പരമാവധി 15 വരെ, ഒരു ചെയർമാൻ അടക്കം 15 വരെ ആക്കാം എന്ന് 1+8 9 ആക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലുള്ളത് അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. എന്ന് മാത്രമല്ല, അവർ 4 ലക്ഷം 3 ലക്ഷം ഒക്കെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ വാങ്ങുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ പുതിയ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതും, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ, അതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഉള്ള ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ നമുക്ക് സാധിക്കില്ല. കാരണം ചിലവ് ചുരുക്കൽ എന്നൊക്കെ പറയുന്നത് കേവലമായിട്ട് ജനങ്ങളെ കാണിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചുരുക്കൽ തന്നെ വേണം. കാരണം നമ്മളിപ്പോൾ ധവളപത്രമൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു അഴിച്ചുപണി കൂടി ഉണ്ടാവണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഒരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്, സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഇത്തവണത്തെ ഈ ഒരു മന്ത്രിസഭയ്ക്ക് വലിയൊരു പരാജയം നേരിട്ടോ എന്നുകൂടി ഞങ്ങൾക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നോക്കൂ, നമ്മൾ ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇവിടെ ഒരു ഡോക്ടർ ആകാൻ വേണ്ടി പോലും സാധിക്കില്ല ഈ രാജ്യത്ത് എന്ന് ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിലെ, ഒഡീഷ അടക്കമുള്ള ഛത്തീസ്ഗഡും അടക്കമുള്ള 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ട്രൈബ്സ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ട്രൈബൽ പ്രാതിനിധ്യം മന്ത്രിമാർക്കിടയിൽ കൊടുത്തെങ്കിൽ നന്നാകുമായിരുന്നു. അല്ലെങ്കിൽ അത് ചെയ്യാത്തത് ശരിയായില്ല. ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. എസ് ടി ഇല്ല, SC ആണ്. ഞാൻ പറഞ്ഞ ട്രൈബാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്, ST ഇല്ലെന്ന്. അതാണ് ഹാഷ്മി. SC വിഭാഗത്തിൽ നിന്നുള്ള 2 പേരുണ്ട്. AP അനിൽകുമാർ, ശ്രീമതി തുളസി 2 പേരുണ്ട്. പക്ഷേ ST വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ഇല്ല. വയനാടിൻ്റെ, കേരളത്തിലെ ട്രൈബൽ പോപ്പുലേഷൻ്റെ ഏകദേശം 50% ഉള്ളത് വയനാട് ജില്ലയിൽ നിന്നാണ്. ആ വയനാട് ജില്ലയിലെ 3-ൽ 2 മണ്ഡലങ്ങളും ട്രൈബൽ റിസർവ്ഡ് ആണ്. ആ 2 മണ്ഡലങ്ങളിൽ നിന്നും 2 പേരും ജയിച്ചു കയറിയത് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളായിരിക്കെ തന്നെ. അതിൽ ശ്രീ IC ബാലകൃഷ്ണനൊക്കെയാണ് 4 തവണയും തോദ്യം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായെന്നിരിക്കെ ആ വ്യക്തി എന്നല്ല, എവിടെന്നെങ്കിലും ഒരു ട്രൈബൽ പരിഗണന ഇവർ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളത് കൂടെ ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, കാരണം ഈ വയനാട് ജില്ലയിൽ നിന്ന് ഇവർ പരിഗണിച്ചിരിക്കുന്ന വയനാട് ജില്ലക്കാരൻ, അല്ലെങ്കിൽ വയനാട് നിന്നുള്ള MLA എന്നുള്ള രീതിയിൽ പരിഗണിച്ചിരിക്കുന്ന ശ്രീ സിദ്ദിഖിനെയാണ്. ആ സിദ്ദിഖിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്, കോൺഗ്രസ് പാർട്ടി പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നൊരു മുസ്ലിം MLA ഉണ്ടാവണം, അല്ലെങ്കിൽ മുസ്ലിം മന്ത്രി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രൈബൽ സ്നേഹം എവിടെ പോയി? ദളിത് സ്നേഹം എവിടെ പോയി? അതായത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ ടിക്കറ്റിൽ വിജയിപ്പിച്ച് വന്ന ആളുകളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നിട്ടും ട്രൈബൽ ജനവിഭാഗങ്ങളെ ഒരു വശത്ത് അവഗണിക്കുകയും മറുവശത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്നൊരു അഭിപ്രായം. വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൂടി ഉൾപ്പെടുത്താം എന്നുള്ള താങ്കളുടെ നിർദ്ദേശത്തോട് ഞാനും യോജിക്കുന്നു. അതോടൊപ്പം തന്നെ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഉൾപ്പെടുത്താം എന്ന ആ രൂപതയോട്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം വേണം നടപ്പാക്കാവുന്നതാണ്. കാര്യം അവർ സഭ അല്ലെങ്കിൽ മതം ജാതി എന്ന കോട്ടയ്ക്ക് വേണ്ടിയല്ല അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് തീരദേശ മനുഷ്യരുടെ വികാരങ്ങൾ അറിയാവുന്ന, അവരുടെ ജീവിതം അറിയാവുന്ന ആൾ ഉൾപ്പെട്ടാൽ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇപ്പോൾ താങ്കൾ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഇപ്പോൾ ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരുമ്പോൾ ആ കോട്ടതേക്കൽ മാത്രമല്ല, അവരുടെ ജീവിതം നന്നായി അറിയാവുന്ന ഒരു മനുഷ്യൻ അവിടെ വരുന്നു, തീരദേശത്തെ ജീവിതം നന്നായി ഒരു മനുഷ്യൻ വരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അത്ര ഇടപെടാൻ കഴിയും എന്ന അർത്ഥത്തിൽ കൂടിയാണ് കേട്ടോ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.